ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ്. ബൊലേറോയുടെ റീസ്റ്റോറേഷൻ വീഡിയോ. അപ്പോൾ ഈ ബൊലേറോ 2008 മോഡൽ ബൊലേറോ ആണ്. ഈ ബൊലേറോ ആണ് നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തത്. റീസ്റ്റോറേഷൻ ചെയ്തപ്പോൾ വണ്ടിയുടെ ഓൾ ഓവർ മേക്ക് ഓവർ തന്നെയായിരുന്നു. കാരണം എല്ലാ പാർട്സ് ആയാലും എല്ലാ ആക്സസറീസും നമ്മൾ ചേഞ്ച് ചെയ്തു. റീസ്റ്റോറേഷൻ പ്രോസസ്സിൻ്റെ ഭൂരിഭാഗവും എനിക്ക് വീഡിയോസ് പിടിക്കാൻ പറ്റില്ല. കൂടുതലും ഫോട്ടോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പേൾ വൈറ്റ് ആണ് പെയിൻറ്റ് ചെയ്തത്. ഫോഗ് ലാമ്പ്, സൈഡ് മിറർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ലെസ് സ്പോയിലറും നമ്മൾ പുതിയതായിട്ട് വെച്ചതാണ്. നമ്മുടെ ബൊലേറോയുടെ കളർ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ പേൾ വൈറ്റ് ആക്കിയപ്പോൾ തന്നെ ഓവറോൾ ലുക്കേ മാറി. റീസ്റ്റോറേഷന് മുമ്പ് ബൊലേറോയുടെ ബാക്ക് സീറ്റ് ഫേസ് ടു ഫേസ് ആയിരുന്നു. അതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് സ്പ്ലിറ്റ് ഫോൾഡിങ് ബെഞ്ച് സീറ്റ് ആക്കി. അതുപോലെ മിഡിൽ സീറ്റ് വന്നിട്ട് ഒരു 3 സീറ്റർ ആയിരുന്നു, ലോങ് സീറ്റ്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 2 ബങ്ക് സീറ്റാക്കി.
അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോഴുള്ള ഫ്രണ്ട് വ്യൂ. ബൊലേറോയുടെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ഫ്രണ്ട് വ്യൂവിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രില്ലും ഹെഡ് ലാമ്പ്സ് മാറ്റി, പിന്നെ അതുകൂടാതെ ഏരിയയിൽ നമ്മൾ വെച്ചു. പിന്നെ ഫോഗ് ലാമ്പ്സ് വെച്ചു. പിന്നെ നമ്മൾ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ സൈഡ് മിറർ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടയറൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ അലോ വീൽസാണ് ഇട്ടിരുന്നത്. ഇപ്പം എന്താ പറയുക, അലോ വീൽസ് ആണെങ്കിലും പുറത്തൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത അലോ വീൽസാണ്. സൈഡ് ബീഡിങ് നമ്മളിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കാണ്. അത് തന്നെ സെയിം നമ്മൾ മിറേഴ്സുമേയും ഫോളോ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റഡ് ക്രോംസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ബാക്കിൽ നമ്മൾ ടെയിൽ ലൈറ്റിനൊരു കവറിങ് കൊടുത്തു, പ്ലേറ്റഡ് കവറിങ്. ഇതാണ് ബാക്ക് വ്യൂ. ബാക്കിൽ ഒരു സ്റ്റെപ്പിനും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൂഫ് റെയിലും പിന്നെ അതുപോലെ നമ്മൾ റെയിൻ ഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഫുഡ് സ്റ്റെപ്പിൻ്റെ നമ്മൾ കളർ ചേഞ്ച് ചെയ്തില്ല, അത് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് വെച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിററിനെയും സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സൈഡ് ഗ്ലാസ്സിലും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്റ്റീരിയർ റീസ്റ്റോറേഷൻ. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ടോട്ടലി ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് തീമാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. സീറ്റായാലും ഫ്രണ്ടിൽ സീറ്റ് പോലെ തന്നെ ബക്കറ്റ് സീറ്റാണ് സെക്കൻഡ് ഇതിലും വരുന്നത്, മിഡിൽ സീറ്റ്. പിന്നെ ബാക്കിൽ കൊടുത്തതിന് സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബെഞ്ച് സീറ്റാണ്. ബാക്കിലെ സീറ്റ് നമ്മൾ കൂടുതലും കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തത്. കാരണം ലെഗ് സ്പേസ് കുറവാണ് അവിടെ. ഇത് LED മോണിറ്റർ മിററാണ് വിത്ത് ടച്ച് ബട്ടൺസ്. പിന്നെ റിവേഴ്സ് വ്യൂവിന് റിയർ ക്യാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഡോർ പാനൽ നോക്കുകയാണെങ്കിലും അത് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ ഡാഷ് ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മൾ AC വെൻസും പിന്നെ അതുപോലെ തന്നെ AC കംപ്രസറൊക്കെ ചേഞ്ച് ചെയ്തു. റീസ്റ്റോറേഷന് ശേഷമുള്ള ഈ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റീസ്റ്റോറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അതിൻ്റെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിലിടണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് നിങ്ങൾ എന്തായാലും സബ് ചെയ്യാൻ മറക്കരുത്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.